അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ വേസ്റ്റിന്റെ മെഷർമെന്റ് വെച്ചിട്ടാണ് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ വേസ്റ്റിന്റെ അളവിലേക്ക് ഒരു 10 കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 40 40 കൂട്ടണം 10 ഹരിക്കണം 4, അതായത് ആ കിട്ടുന്ന സംഖ്യ എന്നിട്ട് 4 കൊണ്ട് ഹരിച്ചെടുക്കുക. ഇവിടെ എനിക്ക് 12.5 കിട്ടുക. അപ്പോൾ ഈ ഒരു 12.5 നമുക്ക് കിട്ടിയ ക്രോച്ച് ലെങ്ത്. അതായത് നമ്മുടെ വേസ്റ്റിലേക്ക് ഒരു 10 എക്സ്ട്രാ കൂട്ടി കൊടുക്കുക. അപ്പോൾ എനിക്ക് 50 കിട്ടിയത്. ആ ഒരു 50നെ 4 കൊണ്ട് ഹരിച്ചു. 4 കൊണ്ട് ഹരിച്ചപ്പോൾ 12.5 കിട്ടിയത്. ഇനി നമ്മുടെ പാൻറ്റിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ വേസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ശേഷം ആ വേസ്റ്റിന് താഴേക്ക് ഇതുപോലെ ക്രോച്ച് ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. ഇനി ഈ ഒരു സൈഡിലേക്ക് നമ്മൾ 3 അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ 2.5 ചെയ്തത്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ 3 അവിടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഈ ഒരു 3 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അളവ് തന്നെയാണ് കേട്ടോ. ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഏതൊരാൾക്കും 3 തന്നെയാണ്